സോവിയറ്റ് യൂണിയനിലെ ഔദ്യോഗിക സാഹിത്യ സങ്കല്പത്തിന്റെ നായകനെന്നറിയപ്പെടുന്ന മാക്സിം ഗോർക്കി എഴുതിയ നോവലാണ് അമ്മ. ചൂഷണം ചെയ്യപ്പെടുന്നവന്റെയും അടിച്ചമർത്തപ്പെടുന്നവരുടെയും കഥയാണ് ഈ നോവലിൽ പറയുന്നത്. ഈ നോവൽ വായനക്കാരെ ഏറെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന രചനകളിൽ ഒന്നാണ്. റഷ്യൻ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ഒരു അമ്മയുടെയും മകന്റെയും ജീവിത ചിത്രണത്തിലൂടെ എഴുത്തുകാരൻ പ്രതിനിധീകരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങളെയാണ്. കഥയുടെ കേന്ദ്ര കഥാപാത്രം ഈ നോവലിന്റെ പേര് പോലെ തന്നെ ഒരു അമ്മയാണ്. അമ്മയുടെ പേരാണ് നിലോന പിലഗേയ. അന്ന കിരിലോവ്ന എന്ന യഥാർത്ഥ വ്യക്തിയെ മുൻനിർത്തിയാണ് മാക്സിം ഗോർക്കി ഈ കഥാപാത്രത്തിന് ജന്മം നൽകിയിരിക്കുന്നത്. കഥയിൽ അമ്മയുടെ മകനായ പാവേൽ വ്ലാസോ ഒരു വിപ്ലവകാരിയായി തീരുന്നു. ആദ്യ ഭാഗങ്ങളിൽ അമ്മയ്ക്ക് ഇതിൽ പേടിയുണ്ട് മകന്റെ ഭാവിയെ ഓർത്ത്. എങ്കിലും പിന്നീട് അമ്മ വിപ്ലവ ചിന്തകളിൽ ആകൃഷ്ടയാവുകയാണ്. ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന അമ്മ ക്രിസ്തുവിലും സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു കണ്ടിരുന്നത്. മെയ് ദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന പേരിൽ പാവേലിനെ പട്ടാളക്കാർ അറസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് പാവേൽ കോടതിയിൽ ഉജ്ജ്വലമായ ഒരു വാദം അവതരിപ്പിക്കുകയാണ്. ഇത് കേട്ടുനിന്ന അമ്മയ്ക്ക് ചൂഷണം നേരിടുന്നവരും അടിച്ചമർത്തപ്പെടുന്നവരുമായ ജനതയ്ക്ക് എന്തുകൊണ്ടും പ്രചോദനം നൽകുന്ന വാക്കുകൾ തന്നെയാണ് തന്റെ മകൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യമുണ്ടാവുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ചിന്തയിൽ അവർ ഈ വാദത്തെ ഒരു ലഘുലേഖയായി തയ്യാറാക്കി വിതരണം ചെയ്യാൻ തീരുമാനിച്ച് അത് അച്ചടിക്കുന്നു. അങ്ങനെ അച്ചടിക്ക് ശേഷം ഇത് വിതരണത്തിനായി കൊണ്ടുപോകുന്ന വേളയിൽ അമ്മയെ പട്ടാളക്കാരുടെ ചാരന്മാരും പിടികൂടുകയാണ്. അവർ അവരെ മനുഷ്യത്വരഹിതമായി മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്നു. ഒടുവിൽ ഇവരുടെ മർദ്ദനങ്ങൾക്ക് കീഴ്പ്പെട്ട് അമ്മ തളർന്നു വീഴുകയാണ്. ഇതോടുകൂടി ഈ നോവൽ അവസാനിക്കുകയാണ്. രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലോവനയുടെ ചിത്രം വായനക്കാരുടെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രം തന്നെയാണ്. നിലോവനയോടൊപ്പം തന്നെ നിക്കോലായ് വിസോവിഷ്കോ, നിക്കോലായ് ഇവാനോവിച്ച്, റീബിൻ, ആൻഡ്രൂഷ, സാഷ, നതാഷ പോലുള്ള കഥാപാത്രങ്ങളും വായനക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവരാണ്. നന്ദി, നമസ്കാരം.